ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമുക്കിന്ന് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കിട്ടിയിരുന്നൊന്ന് കഴുകി വാര വെച്ച് അപ്പോൾ അതിനൊന്ന് മുറിച്ചെടുത്തു കേട്ടോ. ചെറുതാക്കി മുറിച്ചെടുത്തു. ഇനി വന്നിട്ട് ഞാൻ മോൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കലുണ്ട്. നമുക്കിത് ലഞ്ച് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം, ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2-3-4 ചെറിയ ഉള്ളി, പിന്നെ അതാ ചോറ്, നമ്മളുടെ ഊറ്റി വെച്ച ചോറില്ലേ അത്, മുട്ട, ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ ബട്ടറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും. മുളക് പൊടിയല്ല ശരിക്കും യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഒന്നുകൂടി ബെറ്റർ. പക്ഷെ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതിനൊന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും നമുക്ക് ആക്കി കൊടുത്തയക്കാനും ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിലും, ചോറായിട്ടുണ്ട് കറികളില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുമ്പോൾ അവർക്കതൊരു ഇഷ്ടമാവുമല്ലോ. എപ്പോഴും ഒരേ റെസിപ്പി തന്നെ കൊടുത്തു വിടുന്നതിനും കാട്ടി. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മെൽറ്റായി വരട്ടെ. അത് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇനി അതിലോട്ട്, ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തത് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നന്നായി കുനുകുനാ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതുകൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വാടി കിട്ടുമെന്ന് വേണ്ട, ചെറുതായി ഒന്ന് മൂപ്പിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ അതിനൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് വരാം. മക്കൾക്ക് ബട്ടർ കൊടുക്കണം, ഒന്നുകൂടെ അവർക്ക് ബ്രെയിന് നല്ലതാണ് കേട്ടോ ബട്ടർ കൊടുക്കുന്നത്. നമ്മൾ ഈ എണ്ണയും ഓയിലൊക്കെ കൊടുക്കണേയും കാട്ടിയും ബട്ടറിലാകുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ നല്ല ഇതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം വഴണ്ടി വന്നു. ഇനി നമുക്ക് അതിലോട്ട് അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കേട്ടോ. മുളക് പൊടി കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, കാരണം മോൾക്കായതുകൊണ്ട് ഒരുപാടൊന്നും എടുത്തില്ല. ഒക്കെ ഓരോ പൊട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ചെറിയ അളവിൽ തന്നെ എടുത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണ് അങ്ങനത്തെ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അന്ന് ആ ഒരു മുളകിൻ്റെ ആ കുത്തുന്ന സ്മെല്ല് പോയ ശേഷം നമുക്ക് അതിലോട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചീര, ഒരു പിടി ചീര തന്നെ ഉള്ളൂ കേട്ടോ, അതെടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് എണ്ണയിൽ ആദ്യം ഒന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ഉള്ളിൻ്റെ ഇതിൻ്റെയൊക്കെ കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ അടുത്തതായിട്ട് ഒന്ന് അതിൻ്റെ ഒപ്പം ആക്കിയ ശേഷം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കേട്ടോ. ഒരു 3/4 ഗ്ലാസോളം ഒഴിച്ചു. കാരണം എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് വേവിക്കാതെ കൊടുക്കണ്ടല്ലോ, ഒന്ന് നന്നായി വെന്തോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് 3/4 ഗ്ലാസ് വെള്ളം ഞാൻ അതിലോട്ട് ഒഴിച്ചു കേട്ടോ. നമുക്കതിനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം പോരായ്ക തോന്നിയപ്പോൾ വീണ്ടും ഒഴിച്ചു. ഇനി വേവ് കമ്മിയാവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ ഏകദേശം വെള്ളം കണ്ടോ വറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയേണ്ടത് അത് ഏകദേശം വെന്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് അതിനെ നന്നായി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഫുഡ് നമ്മൾ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതിന്. എന്തപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഞാനിവിടെ അതാ കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചത് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വലിഞ്ഞ് കിട്ടി പറഞ്ഞാൽ നമുക്കതിലോട്ട് ഇനി ആ കോഴിമുട്ടനെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇനി അതിനോടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. മുട്ട കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതിനോട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തു പറഞ്ഞാൽ ഇലകളുടെ അതിലേക്കും എല്ലാത്തിലേക്കും ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ഒരു ഇതാവുമല്ലോ. മറ്റേത് ആ ഇല മാത്രമായിട്ട് വേറെ കിടക്കില്ലല്ലോ, ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടു പറഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനൊരു ഹെൽത്തി ഫുഡ് തന്നെയാണേനും. അപ്പോൾ അതാ നമ്മൾ അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണം, നമ്മൾ ഊറ്റി വെച്ച ചോറില്ലേ, നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ്, അതുകൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം ആ എണ്ണയിൽ ആ ഒരു ബട്ടർ കമ്മിയാണ് തോന്നി ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ അതിൽ. കാരണം ഈ ചോറും എഗ്ഗും ഒക്കെ പാടെ വന്നപ്പോൾ എനിക്കതിൽ കുറച്ചും കൂടെ ഒരു എണ്ണമയം കമ്മി തോന്നി, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി അതിന് നന്നായി ആ ചോറിലോട്ട് മിക്സ് ചെയ്ത് ഇതാക്കി എടുക്കാം കേട്ടോ. നന്നായി ഇളക്കിയിട്ട് എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ആ ഒരു ചെറിയ ചൂട്ടിൽ തന്നെ വെച്ചിട്ട് അതിനൊന്ന്
നന്നായി ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അതാ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ ഇവിടെ മിക്സാക്കി എടുത്ത് ചോറിന് അവൾക്കൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് സ്മാഷർ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉടച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ അവർ കഴിക്കാൻ ഒരു ഇതാവുമല്ലോ കൊണ്ട്. അപ്പോൾ ഇതാ മോളിൽ അവിടെ എത്തി ഇതാ കഴിക്കാൻ കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.